ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 9ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താ നമ്മളിന്ന് നമ്മുടെ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ച് പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടേക്ക് ഒരു നെതർ വഴി പോർട്ടലും കണക്ട് ചെയ്ത് ഒരു എന്താ എൻഡ് ഫൈറ്റിൻ്റെ ഒരു പ്രിപ്പറേഷനാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നെതറിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലേസ് പൗഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എൻട്രപ്പുകൾ തുറന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും അത് വെച്ച് ഒരു IF കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് പോർട്ടൽ കണ്ടുപിടിക്കാൻ പോകണം, സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ പോകണം. പിന്നെ അതുകൊണ്ട് ഇവിടെ ഞാനൊരു ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സ്റ്റോറേജ് റൂമോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡ് നമുക്കിവിടെ പ്ലാൻ ചെയ്യാം. കാരണം ഇവിടെ അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്പേസ് തന്നെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് എനിക്ക് ബേസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് നൈസായിട്ട് മാറ്റിയാലോ എന്നാണ് ആലോചിക്കുന്നത്. കാരണം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബേസിൻ്റെ തൊട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും സെറ്റാക്കി ഇടണം. ഓക്കെ, അത് നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ കാര്യം നമുക്ക് നോക്കാം. ഒരു വില്ലേജർ ബ്രീഡറൊക്കെ. അപ്പോൾ നമുക്ക് പോയിട്ട് നേരെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ IF കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ ഇറങ്ങാം. അപ്പോൾ നമുക്കതിന് മുമ്പ് കുറച്ച് സംഭവങ്ങൾ ഇപ്പോൾ എന്തൊക്കെയോ അടുക്കി പെറുക്കി വെക്കാനുള്ളത്. മെയിനായിട്ട് വേണ്ടത് IF ആണ്. അപ്പോൾ അത് പോയിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. എൻട്രിപ്പുകൾ ഇതിലിരിക്കുന്നുണ്ട്, ബ്ലേസ് റോഡ് ഇതിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും രണ്ടും എടുത്തിട്ടതുകൊണ്ട് കുറച്ച് ബ്ലേസ് പൗഡർ ആക്കി കളയാം. ബ്ലേസ് പൗഡർ നമുക്ക് എത്ര വേണ്ടി വരും? ഇനി അവിടെ പോകുമ്പോൾ ഇനി ഒന്നുമില്ല എന്ന് പറയാമോ? അതാണ് എനിക്കൊരു ചെറിയ ടെൻഷൻ. നമുക്ക് ഏതായാലും കുറച്ച് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് വേറെ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. എന്തായാലും ഓക്കെ, ഇത് മതിയാവും. നമുക്കിനി നമ്മുടെ ഇത് തപ്പിപ്പോകാനുള്ള പരിപാടി നോക്കാം. നമുക്കൊരു ബോട്ടും വേണം. ബോട്ട് നമുക്ക് അവിടെ നിന്ന് എവിടെയെങ്കിലും എടുക്കാം, അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ കുറച്ച് സ്റ്റിക്ക് ഇരിക്കുന്നുണ്ട്. കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് പോകല്ലേ. ടോർച്ചിൻ്റെ ആവശ്യം വരില്ല നമുക്ക്. അവിടെ ചിലപ്പോൾ ഇരുട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുറച്ച് ടോർച്ചും ക്രാഫ്റ്റ് ചെയ്യാമെങ്കിൽ. പിന്നെ കുറച്ച് ടോർച്ച് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. കാരണം നമ്മൾ ടോർച്ചും കാര്യങ്ങളൊന്നും നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ തന്നെയല്ല, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ടോർച്ചിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഓടണം. അപ്പം നമുക്കിനി നേരെ അതുകൊണ്ട് ഇതെടുത്ത് എറിഞ്ഞ് നോക്കാം എങ്ങോട്ടാണോ ഇനി. ഓ, ആ സൈഡിലോട്ടാണ് കേട്ടോ. ആ സൈഡിലോട്ട് പറയുമ്പോൾ ഓക്കെ, നമ്മുടെ മറ്റേ ടെറാക്കോട്ടേൻ്റെ ബയോം അതുപോലെ തന്നെ ഡെസേർട്ട് വില്ലേജൊക്കെ ഉള്ളത് ആ ഒരു സൈഡിലോട്ടല്ലേ. ഇനി ആ ഡെസേർട്ട് വില്ലേജിൻ്റെ അടുത്തെങ്ങാണ്ടാണോ? അല്ല, വില്ലേജിൻ്റെ അടുത്തോട്ട് സ്പോൺ ആവണമെന്ന് പറഞ്ഞാൽ അത് ബെഡ് റോക്കിലല്ലേ. ജാവയിൽ അങ്ങനെ സ്പോൺ ആവുമോ? എനിക്കറിയില്ല കേട്ടോ. ബെഡ് റോക്കിൽ അങ്ങനെ വില്ലേജിൻ്റെ താഴെയായിട്ട് സ്പോൺ ആവൽ കാണലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നൈസായിട്ട് പോവാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കോൾ വന്നു. അത് ഞാൻ വിട്ട്. നമ്മൾ പിന്നെ ഞാനൊരു കാര്യം ഓർത്തു കേട്ടോ. നമുക്ക് ഒബ്സീഡിയൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതോടിരിക്കട്ടെ. നമുക്ക് നേരെ പോയിട്ട് ഒബ്സീഡിയൻ എടുത്തിട്ട് വരാം. നമുക്ക് അവിടെ നിന്ന് പോർട്ടൽ പോയിട്ട് പണിയുണ്ട്. അതിന് നമുക്ക് ഒബ്സീഡിയൻ വേണം. അപ്പോൾ നമ്മളെന്തായാലും അതുകൊണ്ട് അതിൻ്റെ താഴത്തോട്ട് ഒബ്സീഡിയൻ കാണും. നമ്മളവിടെ നിന്ന് പോർട്ടൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മാത്രം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ രണ്ടാമതും ചത്തിട്ട് അവിടെ തന്നെ പോയി സ്പോൺ ആയിട്ടുണ്ടായിരുന്നു. മുകളിൽ ലൈറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ 2 പോർട്ടൽ അവിടെ താഴെ കിടക്കുന്നുണ്ട്. ഇവിടെ കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് താഴത്തോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നൈസായിട്ട് കണ്ട് താഴത്തിറങ്ങി നമുക്ക് ആ പോർട്ടലും പൊട്ടിച്ച് മണ്ടയ്ക്ക് കയറണം. ഇതും കൂടി പൊട്ടിച്ചെടുത്താൽ നമ്മുടെ ഒബ്സീഡിയൻ 2 നെതർ പോർട്ടൽ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റത്തെ നെതർ പോർട്ടൽ പിന്നെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയ വിഷയമല്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഗ്യാസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഉറപ്പ് വരുത്തിയിട്ട് നേരെ മണ്ടയ്ക്ക് ബ്ലോക്ക് വെച്ചിട്ട് കയറാം. എന്നിട്ട് ഒന്നും കൂടി നമ്മുടെ വേൾഡ് പോയിട്ട് കൊണ്ട് നമുക്ക് മറ്റേ സംഭവത്തിൽ IF എറിഞ്ഞ് നമ്മൾ സ്ട്രോങ് ഹോളിലോട്ട് നേരെ പോവാം. തിരിച്ച് വീണ്ടും നമ്മൾ നേരെ സ്ട്രോങ് ഹോൾഡിലോട്ട്. അയ്യോ, കുഴപ്പമില്ല.
ചത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി നേരെ വലിയ കുഴിയായിരുന്നില്ലേ, ഇവിടേക്ക് ഞാൻ വന്നിട്ട് ടോർച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി, അതൊക്കെ ഒരു വലിയ വിഷയമല്ല. അതുകൊണ്ട് ഇവിടെ ഇവിടെ ഒരു ഗുഹ കാണാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടേ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ച് പോയിട്ടുള്ള. ഇവിടേക്ക് ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്കതൊക്കെ പിന്നീട് ചെയ്യാം. നമ്മൾ വരുന്ന എപ്പിസോഡിൽ ചിലപ്പോഴേ ഡ്രാഗനെ കൊല്ലുള്ളൂ, ഉറപ്പില്ല. മിക്കവാറും നമ്മൾ ആർമറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാവും ഡ്രാഗനെ കൊല്ലാൻ പോവുക. ഡ്രാഗനെ കൊല്ലാൻ പിന്നെ ആർമർ സെറ്റാക്കണമെന്നില്ല, നമുക്കൊരു ഇപ്പോഴുള്ള ടൂൾസ് ആർമറും തന്നെ ഓക്കെ. ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയി, ഇപ്പോൾ എടുത്തിട്ട് വരാം. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന IO ഫണ്ടർ എടുക്കാൻ മറന്നുപോയി. എന്തൊരു കഷ്ടമാണ് നോക്ക്. അതുകൊണ്ട് തിരിച്ചിവിടെ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് കൊണ്ട് ഒന്നും കൂടി അറിയാം. അതുകൊണ്ട് ആ സൈഡിൽ തന്നെ ആയിരിക്കണം, ആ സൈഡിലോട്ട് തന്നെയാണ് പോണത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യാത്ര തുടരാം. ഇവിടെ അടുത്ത് തന്നെ ഒരു വില്ലേജ് ഉണ്ട്, അതാണ് ഞാൻ ഡൗട്ട് ചോദിച്ചത് നേരത്തെ. പക്ഷെ അത് ബെഡ് റോക്കിൻ്റെ അടുത്താണ്. അല്ല, ബെഡ് റോക്കിലാണ് അങ്ങനെ വില്ലേജിൻ്റെ താഴെയൊക്കെ ആയിട്ട് സ്പോൺ ആവാറുള്ളത്. ജാവയിൽ അങ്ങനെ സ്പോൺ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് മരം വെട്ടിയെടുക്കാൻ നമുക്ക് ബോട്ട് ക്രാഫ്റ്റ് ചെയ്യണം. ബോട്ട് നമ്മൾ എടുത്തല്ലോ, നമുക്ക് ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ എന്തൊന്ന് ഡോറ് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ വെള്ളത്തിൻ്റെ നടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ബോട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കടലാണ്, അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോറ് വെച്ച് അവിടെ മറ്റേ നമുക്ക് ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡോറ് വെച്ചിട്ട് താഴെ പോയി നിന്നിട്ട് ഒരു കുഴി എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് മണ്ടയ്ക്ക് ബ്ലോക്ക് വെച്ചാൽ നമ്മളെ തലയിലോട്ട് വെള്ളം വീഴാൻ നിൽക്കും. ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു വില്ലേജും ഉണ്ട്, അതുപോലെ തന്നെ ടെറാക്കോട്ട വേവിൻ്റെ അപ്പുറത്ത് വേറൊരു വില്ലേജും ഉണ്ട്. ഓക്കെ, രണ്ടും ഡെസേർട്ട് വില്ലേജാണ്. ഇവിടെ ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ലൂട്ടാനൊന്നും നിന്നിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ പോയി, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മറ്റേ ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ചുറ്റടിച്ച് നടന്നു കഴിഞ്ഞു. പക്ഷെ നമുക്ക് കിട്ടിയത് വില്ലേജുകൾ മാത്രം, 2 വില്ലേജ് നമുക്ക് കിട്ടുന്നു. അത് ഹേബിയിലൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ക്യാമലിനെ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അത് നമുക്ക് മറ്റേ സൈഡിലെടുത്തോണ്ട് വന്നിട്ട് ഓടിച്ച് കൊണ്ടുപോകാമല്ലോ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ കടൽ വരുന്നുണ്ട് നമുക്കിനി. ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വില്ലേജില്ല, ഞാൻ പറഞ്ഞില്ല അത് ബെഡ് റോക്കിലാണ്. അപ്പോൾ വില്ലേജിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സ്ട്രോ ഹോൾഡ് സ്പോൺ ആവണത്, ജാക്കകത്തല്ല. നമുക്ക് നേരെ ഇനി എറിഞ്ഞുകൊണ്ട് ഈ ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മിക്കവാറും എടുത്താവാനുള്ള ചാൻസ് ഇല്ല, എടുത്താവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ കരുതി നമുക്ക് കസ്റ്റം ഫീഡൊക്കെ അല്ല, അപ്പോൾ ചിലപ്പോൾ സ്ട്രോ ഹോൾഡൊക്കെ എടുത്തായിരിക്കും. അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് റാൻഡം സീഡ് ട്രൈ ചെയ്യണം. കസ്റ്റം സീഡ് എടുത്ത് ഞാൻ ചുമ്മാ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലോ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു റാൻഡം സീഡ് കളിച്ചാൽ മതി. അതുകൊണ്ടൊരു മറ്റേ പോർട്ടൽ, അതല്ല അതിന് പറയുക, അതെ, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു പോർട്ടൽ. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഒക്സിഡിയൻ പൊട്ടിച്ചെടുക്കായിരുന്നെങ്കിൽ. നമുക്കിതിൻ്റെ കോഡ് നോക്കി വെച്ചിട്ടേ പിന്നെ ഒരു ദിവസം വന്നിട്ട് എടുക്കായിരുന്നു. ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു ഗോൾഡൻ ആപ്പിൾ ഉണ്ട്, പിന്നെ അതുകൊണ്ട് ഒബ്സീഡിയൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള വേറെ എന്തെങ്കിലും ഉണ്ട് ഇതിൽ. ഒരു ഓയൊക്കെ കിടക്കുന്നു. ഓക്കെ, അതുകൊണ്ടാ. അത് തിരിച്ചു പോയി. നമ്മളപ്പോൾ എത്തിയിട്ടോ, ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. വില്ലേജിൻ്റെ അടുത്തല്ലല്ലോ, വില്ലേജിൽ നിന്ന് ഞാൻ കുറച്ചുകൊണ്ട് പോകുന്നില്ലേ. നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഇതുകൊണ്ട് നമ്മുടെ മറ്റേ പോർട്ടൽ, അതുകൊണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുന്നിട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും കൊണ്ട് തിരിച്ചു പോകുന്നു. ഇനി നമ്മുടെ വില്ലേജിൻ്റെ അങ്ങോട്ടേക്കാണോ? അവിടെ അങ്ങോട്ട് തന്നെ. എന്തുവാടേ ഇത്? ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് നീങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരെ. ഒരു മിനിറ്റ്, ഐ തിങ്ക് അതും തോന്നുന്നു. ഇത് നമ്മുടെ ബേസിൻ്റെ അടുത്താണ്, വലിയ ദൂരം എന്ന് പറയാനൊന്നുമില്ല, അത്യാവശ്യം അടുത്ത് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കതുകൊണ്ട് ഒന്നുകൂടി ആ കരയിലോട്ട് കയറിയിട്ട് ഒന്നുകൂടി എറിഞ്ഞു നോക്കാം, അങ്ങോട്ട് തന്നെയാണോ പോകണേന്ന് അറിയാമല്ലോ. അയ്യോ, ഫ്രണ്ടൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല കേട്ടോ. അങ്ങോട്ട് ഇതേ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഉറപ്പിച്ച് അത് ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു. അതുകൊണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇപ്പോൾ പൊട്ടിച്ച് കയ്യിലെടുക്കാം.
നമുക്കൊരു ഡോറ് ക്രാഫ്റ്റ് ചെയ്ത് വെള്ളത്തിലോട്ട് വയ്ക്കാം. ഞാൻ വിചാരിച്ച് കടലിൻ്റെ നടുക്കൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡോറ് ക്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്തായാലും വെള്ളത്തിൻ്റെ അടിയിലോട്ട് തന്നെ ആയതുകൊണ്ട് ഒരു ഡോറ് ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിനായിട്ട് കയറാം, അതായിരിക്കും നല്ലത്. അതുകൊണ്ട് നമുക്കിനി ഇവിടെ നിന്ന് മണ്ടയ്ക്കൊരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടായല്ലോ. ഓക്കെ, നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലിരിക്കുമ്പോൾ നമുക്ക് ടോർച്ച് കത്തൂല തോന്നുന്നു. ഇനി നമുക്ക് നേരെ കുളിച്ച് താഴത്തോട്ട് പോവാം. നേരെ കുളിക്കുമ്പോൾ സ്ട്രോ ഹോൾഡിലോട്ട് തന്നെ ഒന്ന് ചാടണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ചിലപ്പോൾ സൈഡ് കൂടിയൊക്കെ കയറിപ്പോയാലേ നമുക്ക് ജസ്റ്റ് മിസ്സിനൊക്കെ ചിലപ്പോൾ സ്ട്രോ ഹോൾഡ് മിസ്സാവും കേട്ടോ. പിന്നെ നമ്മൾ പിന്നെയും കുളിക്കാം. നേരെ തന്നെ ചെന്ന് സ്ട്രോ ഹോൾഡിലോട്ട് ചാടിയാൽ മതിയായിരുന്നു, അതാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് സ്ട്രോ ഹോൾഡ് പിന്നെ നല്ല അടിയിലോട്ടായിരിക്കും. ഒരു മിനിറ്റ്, വൈ ലെവൽ എത്രയാണ് ഇപ്പോൾ? നമുക്ക് വൈ ലെവൽ നോക്കാം. നമ്മൾ വൈ ലെവൽ ഓവറായിട്ട് പോകേണ്ടി വന്നില്ല. ഞാൻ ഓവറായിട്ട് പോകേണ്ടി വരും വിചാരിച്ചു. അതുകൊണ്ട് തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അധികം താഴത്തോണ്ടൊന്നും നമ്മൾ പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, സെറ്റ്. നമുക്ക് നേരെ കുളിച്ച് താഴത്ത് എന്തെങ്കിലും ഉണ്ടോ, താഴത്ത് വേറെ വല്ല മോക്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയും കണ്ടൊക്കെ ഇറങ്ങാം. അല്ല, നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ അടുത്ത് ആർമറൊക്കെ ഉള്ളതല്ലേ, പിന്നെന്താ. ഓക്കെ, നമ്മൾ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എടാ, അയ്യോ, ഒരു കാര്യം മറന്നു. ഇവിടെ സ്ട്രോങ്ങിൽ ലൈറ്റ് ഉണ്ടാവും, ഓൾറെഡി ലൈറ്റ് ഉണ്ടാവും. പക്ഷെ ലൈറ്റ് ഇല്ലാത്ത കുറേ സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെ സ്കെൽറ്റനൊക്കെ നിൽക്കുന്നു. സ്കെൽറ്റൻ ബ്രോ, ഹൈ, ഹലോ. അതുകൊണ്ട് നമുക്ക് അവൻ അമ്പ ചെയ്തിടാം. അവൻ്റെ എന്ത് മറിഞ്ഞ് അവൻ അമ്പയെ നോക്കിയിട്ട് നമുക്കാണ് കിട്ടണത് കേട്ടോ. അവനെ എവിടെ 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 കയറുക അല്ലേ, വേണ്ട, വെറുതെ ഒന്നും റിസ്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ എൻഡ് പോർട്ടൽ റൂം കണ്ടുപിടിക്കണം. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് നോക്കാം, തപ്പി നോക്കാം. നമുക്കത് കണ്ടുപിടിച്ചാൽ പോരാ. എടീ, എടാ, ഇത്ര അടുത്താ. ഓ ഓ ഓ അതുകൊണ്ട് മറ്റവന്മാർ എവിടെ എവിടെ, വാ വാ വാ. ഇനി അവന്മാർ സ്പോൺ ആവില്ലല്ലോ. ഇനി അവന്മാർ സ്പോൺ ആവാൻ പാടില്ല. ഇനി നമുക്ക് കൊണ്ട് ഇവനെ അടിച്ചു കൊല്ലാം. എടാ, ഇവന്മാരത് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെയും അതുകൊണ്ട് ഇവിടുന്ന് ഇതെന്തോന്ന്. എടാ എടാ, ഞാനത് പൊട്ടിച്ച്, സ്പോണർ പൊട്ടിച്ച്. അയ്യോ, ഇവിടെ നിന്ന് മിക്കവാറും നമ്മളെ ലാവയിലോട്ട് തള്ളിയിട്ട് വെള്ളപ്പന്നി. ഊപ്പ്, ആർമർ ഉണ്ടായത് നന്നായി. ഊമാരെ കൊണ്ട് ലൈബ്രറി തോന്നടേ ഇത്. അവന്മാർ നമ്മളെ തള്ളി നേരെ കൊണ്ടുപോയത് ലൈബ്രറിക്ക്. ഓ, തേനി അഗെയിൻ, തേനി. അത് നമുക്ക് കുറവാ. വാ 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 വാ, അതിൻ്റെ ഉള്ളിൽ കയറ്. അവന്മാരവിടെ കുടുങ്ങി കാണണം. വാനി കൊടോടി. നമുക്ക് ഇവിടെ പൊട്ടിച്ച് നേരെ ബാക്കിലോട്ട് പോവാം. അവന്മാരിവിടെ കുടുങ്ങി കാണണം, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, അവന്മാരെ കാണാനില്ല. ഇനി വേറെ ആരുമില്ല ഇവിടെ. നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്തിട്ട് കോഡ് നോക്കിയിട്ട് നേരെ നമ്മുടെ ഇത് ഓവർ വേൾഡിൻ്റെ ആയിരുന്നല്ലോ. നമ്മൾ നേരെ നെതറിലോട്ട് പോകണം. നമ്മുടെ ബേസ് പോയിട്ടാണ് നമുക്ക് നെതർ പോകാൻ കേട്ടോ. കാര്യം ഞാൻ മറന്നു പോയി, ഒന്ന് വിട്ടിക്കട്ടെ. പിന്നെ നമുക്ക് പോർട്ടൽ നമുക്ക് ഓണാക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഇവിടുത്തെ ലാവയും കാര്യങ്ങളൊക്കെ ഒന്ന് അടച്ചു പൂട്ടി പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ നമ്മുടെ ബേസിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നെതറിൽ കയറി നെതറിന്ന് കോഡ് നോക്കിയിട്ട് വേണം നമുക്ക് പോർട്ടൽ കണക്ട് ചെയ്യാൻ. മൈനിങ് ഏരിയയിൽ പോയി ലാവേൻ്റെ മണ്ടയ്ക്ക് ഉള്ള ചോറ് ഒബ്സിഡിയനും പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് നേരെ നെതറിൽ പോയി നെതറിൽ കോഡ് നോക്കി ഏത് ഡയറക്ഷനിലാണ് നമുക്ക് വെക്കേണ്ടത് വേഗം അവിടെ പോയിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് കൊണ്ട് നേരെ നമ്മൾ നെതറിലോട്ട്, ഇതിനാണ് ഞാൻ നെതർ ഹബ് വേഗം സെറ്റ് ചെയ്തിട്ടത്. കാരണം നമുക്ക് എന്താ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലോട്ട് ഒരു ഫാമും കാര്യങ്ങളൊക്കെ പണിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ പണിയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ അത് നമ്മൾ കണക്ക് കൂട്ടി വരുമ്പോൾ ഇതാണ് നമ്മുടെ നെതറിലെ കോഡ്. അപ്പോൾ നമുക്കിനി നേരെ അതുകൊണ്ട് ഈ ഒരു കോഡ് നോക്കിയിട്ട് പോകണം. അപ്പോൾ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും ഇപ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ
നേരെ കൊണ്ട് ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ടല്ലേ? അല്ല, ഇങ്ങോട്ടാണ്. അതുകൊണ്ട് ഈ ഒരു സൈഡിലോട്ട്. അതുകൊണ്ട് ഈ ഒരു കോഡ് നോക്കിയിട്ട് നേരെ പോവാം. ഈ ഒരു ഡയറക്ഷൻ അല്ല, ഇതല്ലേ? ഇങ്ങോട്ടാണോ? ഓക്കെ, ഇത് തന്നെ കൺഫേം. അപ്പോൾ നമ്മൾ ഒബ്സിഡിയനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കൊണ്ട് കുഴിച്ച് ഈ ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ ഒരു പോർട്ടൽ സെറ്റ് ആക്കുക. ഇനി ഇതുകൊണ്ട് ഇവിടെ പോർട്ടലും സെറ്റ് ചെയ്ത് അത് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവേണ്ടതാണ്. നേരെ നമ്മുടെ സ്ട്രോങ് ഹോൾഡിലോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അല്ലാതെ നമ്മൾ രണ്ടാമതിരുന്ന് പണിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ പണിയാനൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇത് വെച്ചാൽ മതി. കണ്ട, ഞാൻ ബെഡ് റോക്കിൻ്റെ ലെവലൊന്ന് കുറച്ച് താഴ്ത്തിയിട്ടത് നന്നായി എന്തായാലും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളേ നൈസായിട്ട് പണി പാളിയുന്നു. ഓക്കെ, അതുകൊണ്ട് അത് സെറ്റ് ചെയ്ത് നേരെ നമുക്ക് ലൈറ്റ് ചെയ്തിട്ട് കയറുന്നതിന് മുമ്പ് എനിക്കൊരു ഭയം, കേവിൻ്റെ അകത്തൊന്നും പോയി സ്പോൺ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങനെ സ്ട്രോങ് ഹോൾഡിലെത്തിയോ? യെസ്, വിജയം. ഓക്കെ, നമ്മളങ്ങനെ സ്ട്രോങ് ഹോൾഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളതുകൊണ്ട് ഇത് നമ്മൾ ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതും നമ്മളങ്ങനെ ഫുള്ള് പോർട്ടൽ അങ്ങോട്ട് ഓപ്പൺ ആക്കിയിടാം. എന്നിട്ട് നാളെ വന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചാടണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. ഇനി നമുക്ക് എൻട്ര ചെസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അതിന് മുമ്പ് നേരെ ബേസിലോട്ട് പോകണം. എന്നിട്ടൊരു എൻട്ര ചെസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഒബ്സീഡിയന് നമുക്ക് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. നമ്മൾ എൻ്റെ പോയി അവിടെ നിന്ന് കുറച്ച് ഒബ്സീഡിയൻ പൊട്ടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. എന്തായാലും കുറച്ച് പില്ലർ ഉണ്ടാവുമല്ലോ അവിടെ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എൻട്ര ചെസ്റ്റ് ഇവിടെ നിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ, നമുക്ക് വേറൊരു എൻട്ര ചെസ്റ്റും കൂടി അവിടെ വെച്ച് സെറ്റാക്കാവുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ വയ്ക്കും? അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വയ്ക്കാം. അതുകൊണ്ട് 2 സ്റ്റാക്ക് ബ്ലോക്ക് ആയിട്ടുള്ളൂ കേട്ടോ, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എങ്ങാനും അഥവാ എവിടെയെങ്കിലുമൊക്കെ പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്കൊന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൻഡ് കയറുന്ന ടൈമിന് നമ്മൾ ബ്ലോക്കൊന്നും എടുക്കാതെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണിയാവും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. പോയിക്കോ, ഞാൻ പോവാണ്.